എ പത്മകുമാർ നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ പത്മകുമാർ, അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. എന്താണ് അങ്ങേക്ക് ഈ നിമിഷം പറയാനുള്ളത്? വേറൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ എല്ലാം വ്യക്തമാണ്. ഇത് നേതൃത്വത്തെ, അങ്ങയുടെ ഈ അതൃപ്തി, ഈ ഒരു എതിർപ്പ് നേതൃത്വത്തെ അറിയിച്ചിരുന്നോ? അങ്ങനെ അറിയിക്കേണ്ട കാര്യമോ അറിയിക്കേണ്ട, കാരണം ഞങ്ങൾ അയക്കേണ്ടതിന് എടുത്ത തീരുമാനമാണ് ഇപ്പോഴത്തെ സ്റ്റേറ്റ് കമ്മിറ്റി. പാർട്ടിയെ വഞ്ചിക്കാനോ പാർട്ടിയെ പേരിന് കുത്താനോ അല്ലെ പാർട്ടിക്ക് എന്തെങ്കിലും ദോഷം വരുത്താനോ ഞാനില്ല. കാരണം ഞാൻ ചെറുപ്പം മുതലേ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. പക്ഷേ എനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് ഞാൻ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്തുകൊണ്ട് അങ്ങ് തഴയപ്പെട്ടു എന്നാണ് അങ്ങ് കരുതുന്നത്? എനിക്കറിഞ്ഞ കഴിവില്ല, അതുകൊണ്ട് തന്നെയാണ്. എന്നേക്കാൾ കഴിവുള്ളവർ വന്നു, ഞാൻ കഴിവില്ലാത്തത് കൊണ്ട് തഴയപ്പെട്ടു, അത്രേ ഉള്ളൂ. ഇത്തവണ കുറെ യുവനിര വരുന്നു, പുതിയ ആളുകൾ വരുന്നു. അങ്ങനെ അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയം പോരാ CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്താൻ എന്നുള്ളതാണോ? അല്ല, ഞാന് 25-ാമത്തെ വയസ്സിൽ പാർട്ടി ഏരിയ സെക്രട്ടറി ആയ ആളാണ്. 30-ാമത്തെ വയസ്സിൽ MLA ആയ ആളാണ്. അപ്പൊ ചെറുപ്പക്കാർ കയറി വരണം, ചെറുപ്പക്കാർ മുമ്പോട്ട് വരണം, അക്കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ ആ ചെറുപ്പക്കാരോ പാർട്ടി സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാത്തവരോ വരുന്നതിനുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. പുതിയ സംസ്ഥാന കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, അതിൽ അങ്ങ് തൃപ്തനാണോ? ആ കമ്മിറ്റിയെ പറ്റിയുള്ള അങ്ങയുടെ അഭിപ്രായം എങ്ങനെയാണ്? ആ കമ്മിറ്റിയിൽ വന്നിട്ടുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ച് എനിക്ക് തർക്കമില്ല. സംഘടനാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ളവരെ സംബന്ധിച്ച് എനിക്ക് തർക്കമില്ല. പാർലമെന്ററി രംഗത്ത് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും പാർലമെന്ററി രംഗത്ത് വന്നു കയറി എന്നുള്ളത് കൊണ്ട് മാത്രം അതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ കൊടുത്തതിനുള്ള പ്രയാസം മാത്രമേ എനിക്കുള്ളൂ. ഇവിടെ അങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജിനാണ്. പ്രത്യേക ക്ഷണിതാവായി CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുകയാണ്. അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ CPM-നെ സംബന്ധിച്ച് വർഗവിഭജന സംഘടനകളുടെ പ്രവർത്തനം, കീഴ് കമ്മിറ്റികളുടെ പ്രവർത്തനം, ദേശാഭിമാനി പത്രം ചേർക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നവരും അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളവരുമാണ്. അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് സംഘടനാ രംഗത്തെ പ്രവർത്തനങ്ങളിൽ യുവജന, വിദ്യാർത്ഥി, കർഷക, തൊഴിലാളി മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ളവരാണ് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ളതും വന്നിട്ടുള്ളതും. പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം മാത്രം പരിശോധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രൊമോഷൻ കൊടുക്കാനാവില്ല എന്നുള്ളതാണ് എന്റെ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും വീണ ജോർജ് ഈ തരത്തിൽ ആരോഗ്യമന്ത്രി? അത് നേതൃത്വത്തോട് ചോദിക്കണം. എനിക്കറിഞ്ഞൂടാ. നേതൃത്വത്തോട് ചോദിക്കണം. അല്ല, പത്തനംതിട്ട ജില്ലാ ഘടകം അല്ലേ, ജില്ലാ കമ്മിറ്റിയിലുള്ള ഒരാൾ കൂടിയാണ്. എനിക്കറിഞ്ഞൂടാ, അത് പാർട്ടി നേതൃത്വത്തോട് ചോദിച്ചാൽ മതി. ഇതിൽ ജില്ലാ കമ്മിറ്റിക്ക് എതിർപ്പുണ്ടോ? എനിക്കറിഞ്ഞൂടാ, അതും പാർട്ടി ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയോട് ചോദിക്കണം, രാജീവ് അബ്രഹാമിനോട് ചോദിക്കണം. സാധാരണ CPM-ന്റെ ഒരു രീതി ഇങ്ങനെയല്ലല്ലോ. ഇപ്പോഴും പറയുന്നു, അങ്ങ് പറയും പോലെ അതായത് കാലങ്ങളായിട്ടുള്ള, പതിറ്റാണ്ടുകളായിട്ടുള്ള പ്രവർത്തന പരിചയം, അതിനൊക്കെ ഒടുവിലാണ് CPM സംസ്ഥാന സമിതിയിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിക്കുക. അതെ, ഇപ്പൊ അതൊന്നും വേണ്ട, ഇപ്പൊ അതൊന്നും വേണമെന്നില്ല എന്നുള്ളതാണല്ലോ തെളിയിക്കപ്പെടുന്നത്. ആരാണ് അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്നത്? എനിക്കറിഞ്ഞൂടാ, അത് അവിടെ ചോദിച്ചാലല്ലേ അറിയത്തുള്ളൂ. ഗോവിന്ദൻ മാഷോട് ചോദിക്കുക, എനിക്കറിഞ്ഞൂടാ. പാർട്ടിയിൽ ഇത്തരത്തിൽ സംസാരിക്കാനോ, ഇത്തരത്തിൽ നിങ്ങളൊക്കെയാണല്ലോ പറയേണ്ടത്, നിങ്ങളൊക്കെ ചേരുന്നതാണല്ലോ പാർട്ടി. ആ പാർട്ടിയിൽ ഇതൊന്നും പറയാൻ പറ്റുന്നില്ലേ? പറയാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ അവിടെ പറഞ്ഞോളാം. അതിന് നിങ്ങളുടെ ഒരു സഹായത്തിന്റെ ആവശ്യമില്ല, അതല്ല പ്രശ്നം. ഞങ്ങളുടെ സഹായമല്ല ശ്രീ പത്മകുമാർ, അങ്ങേക്ക് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അങ്ങയുടെ പാർട്ടിയോട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിട്ട് അങ്ങേക്ക് പറയേണ്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ചോദിക്കുന്നത്. മേലിൽ കയറി പറയട്ടെ, എന്നോടല്ലേ ചോദിച്ചത്? ഒന്ന് നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഒന്ന് ഗോവിന്ദൻ മാഷോടും ഒന്ന് രാജീവ് അബ്രഹാമിനോടും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. അത് എന്നോട് ചോദിച്ചിട്ട് അതിന് മറുപടി കിട്ടത്തില്ല, അത്രേ ഉള്ളൂ. അല്ല, അങ്ങിപ്പോ കൊല്ലത്തെ ചെങ്കടലാക്കിക്കൊണ്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനം ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമയത്താണ് അങ്ങയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അപ്പോൾ അങ്ങ് ഇവിടെ ഒരു തരത്തിൽ പാർട്ടിയെ സംരക്ഷിക്കുമ്പോൾ അത് ഉചിതമായ രീതിയാണോ? പത്മകുമാറാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയാതെ പറയുന്ന പേരെന്ന് പറയുന്നത് ഈ പാർലമെന്ററി അവസരം കിട്ടിയതിനു ശേഷം എങ്ങനെയാണ് CPM സംസ്ഥാന സമിതിയിലേക്ക് ഒരാൾക്ക് എത്താൻ സാധിക്കുക എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഞങ്ങളൊക്കെ പിരിച്ചും ദേശാഭിമാനിയുടെയും പാർട്ടിയുടെ ഓരോ തലത്തിലും പ്രവർത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത്. സാധാരണഗതിയിൽ അങ്ങനെയാണ് സംസ്ഥാന സമിതിയിലേക്കൊക്കെ അംഗത്വം കിട്ടാറ്. പിന്നെ എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല. അത് പറയാൻ നിങ്ങൾക്ക് പാർട്ടിയിൽ പറ്റില്ല എന്ന് ചോദിക്കുമ്പോൾ അവിടെ അദ്ദേഹം പറയാൻ പറ്റുമോ? ഞാൻ കഴിവില്ലാത്തവനായിരിക്കാം എന്നുള്ളൊരു മറുപടിയാണ് നൽകുന്നത്.
അതെ ആ തരത്തിലുള്ള മറുപടി പറഞ്ഞ് അദ്ദേഹം മാറുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അതൃപ്തി അദ്ദേഹം പ്രകടമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. വീണ ജോർജിന്റെ പേര് അദ്ദേഹം പറയുന്നില്ലെങ്കിലും ആ തരത്തിൽ ഇപ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് പ്രത്യേക ക്ഷണിതാവായി എത്തിയിട്ടുള്ള ഒരാൾ വീണ ജോർജ് ആണ്. മറ്റൊന്ന് നമ്മൾ പ്രത്യേക അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള ഒരാൾ എത്തുന്നത് മന്ത്രി ആർ ബിന്ദു ആണ്. ആർ ബിന്ദു SFI കാലം തൊട്ടേ DYFI കാലം തൊട്ടേ പാർട്ടിയിൽ സജീവമായിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആർക്ക് നേരെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാവുകയും ചെയ്യുന്നു. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, നേരത്തെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയ ചോദ്യവും അതുതന്നെയായിരുന്നു. വീണ ജോർജിന് എത്താൻ സാധിക്കുന്നിടത്തേക്ക്, പ്രത്യേക ക്ഷണിതാവായി എത്താൻ സാധിക്കുന്നിടത്തേക്ക് ഇത്രയും കാലത്തെ പ്രവർത്തന പരിചയമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള പത്മകുമാറിന് എത്താൻ സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് പരിഗണിക്കപ്പെടേണ്ട ഒരാളല്ലേ? പരിഗണിക്കപ്പെടേണ്ട ആൾ എന്നത് സംബന്ധിച്ച് പാർട്ടിയാണ് അതിലൊരു തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. നേരത്തെ ചോദിച്ചില്ലേ എന്തുകൊണ്ടാണ് തഴയപ്പെട്ടത്, എനിക്ക് കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം, അങ്ങനെ ആയിരിക്കാം ധരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്യമായി തന്നെ അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തിനെതിരെ കൃത്യമായി തന്നെ പറയുകയാണ്. ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തെക്കുറിച്ചും അച്ചടക്ക സംവിധാനത്തെക്കുറിച്ചും ഒക്കെ തന്നെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. മാത്രമല്ല സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനം നടക്കുന്ന സമയമാണ്. ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള മുറുമുറുപ്പ് ഒന്നും തന്നെ ഉണ്ടാവരുതാത്തതാണ്. പക്ഷേ മുതിർന്ന നേതാവായിട്ടുള്ള 52 വർഷത്തെ അരനൂറ്റാണ്ടിൽ പരം പാരമ്പര്യമുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള പത്മകുമാറിന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധമുണ്ടായിരിക്കുന്നത്. അതിൽ എടുത്തു പറയുന്നത് അദ്ദേഹം കൃത്യമായി പത്തനംതിട്ട കേന്ദ്രീകരിച്ച് സംഘടനാ സംവിധാനം വളർത്തുന്നതിന് വേണ്ടി ഏറെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ കഴിഞ്ഞ തവണയും സംസ്ഥാന കമ്മിറ്റിയിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത്തവണ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരും ഏതാണ്ട് ഏകദേശം ഒരു 90% വരെ ഉറപ്പാക്കി വെച്ചിരുന്നതുമാണ്. പക്ഷേ അവസാനം ലിസ്റ്റ് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പേരില്ല. അതോടുകൂടി അദ്ദേഹം സമ്മേളന വേദിയിൽ നിന്ന് തിരിച്ച് പോവുകയാണ് ഉണ്ടായത്. സമ്മേളന വേദിയിൽ നിന്ന് തിരിച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. പൊതുസമ്മേളനത്തിലോ പ്രകടനത്തിലോ ഒന്നും തന്നെ പങ്കെടുക്കാതെ അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. നേരത്തെ ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഒരു അത്രയും വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നേതാവ്, ആ നേതാവ് ഇത്തരത്തിൽ പ്രതികരിക്കണമെങ്കിൽ അത്രത്തോളം മാനസികമായി തകർന്നത് മൂലമായിരിക്കാം. അല്ലാത്ത പക്ഷം അങ്ങനെ ഒരു പരസ്യമായ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ പരസ്യമായ ഒരു പ്രതികരണത്തിനോ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ തയ്യാറാകില്ല. പാർട്ടി സംവിധാനത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആൾക്കാരാണ്. കാര്യം പത്തനംതിട്ട എന്ന് പറയുന്ന ആ മലയോര മേഖലയിൽ അടക്കം ശൗര്യാലയം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ തന്നെ കൃത്യമായി ആ പാർട്ടി നയത്തിനൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് പത്മകുമാർ. ആ വ്യക്തിക്കാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അദ്ദേഹം പരസ്യമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്, CPM-നെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊന്ന് എന്ന് പറയുന്നത് പത്മകുമാറിന്റെ ഈ വെളിപ്പെടുത്തലാണ്. കാര്യം ഇതുമായി ബന്ധപ്പെട്ട് CPM-ന്റെ സംസ്ഥാന സമ്മേളനം എന്ന് പറയുമ്പോൾ പാർട്ടി അണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷമാണ്, അല്ലെങ്കിൽ ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിന്റെ കൊടിയിറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അദ്ദേഹം പരസ്യമാക്കിയത്. അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു. പൊതുസമ്മേളനത്തിന്റെ ആ വലിയ പ്രകടനം ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ചിന്നക്കട റെയിൽവേ ഓവർബ്രിഡ്ജിന് മുകളിലേക്ക് ആ പ്രകടനം വരുന്നു. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ PB കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു നേതാവിന്റെ പ്രതിഷേധം 52 വർഷത്തെ പാരമ്പര്യമുള്ള സമ്മേളന നഗരി എങ്ങനെ ചെങ്കടലാകുന്ന കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ സമ്മേളനത്തിന്റെ സമാപനമോടെ ഗംഭീരമായി നടക്കുമ്പോഴാണ് അല്ലേ അദ്ദേഹത്തിന്റെ കണ്ണീരെന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ ഒരു കണ്ണീർ തോടൊഴുകുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോഴത്തെ അദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട്, പ്രസ്ഥാനത്തെ ജീവനായി നെഞ്ചേറ്റിയ പ്രിയ സഖാവിന് അഭിവാദ്യങ്ങൾ എന്ന് പറയുന്ന ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വന്ന് നിറയുകയാണ്. സ്വാഭാവികമായിട്ടും ഒരിടത്ത് ശക്തി ഉയർത്തിക്കാട്ടുന്ന സമയത്ത് അതേ ഇടത്ത് തന്നെ ഇത്തരത്തിൽ പരിഗണിക്കപ്പെടാതെ പോകുന്ന ആളുകളുടെ വേദനയും അല്ലെങ്കിൽ അവരുടെ വിമർശനവും തുറന്ന് പരസ്യ പ്രതികരണവും ഒക്കെ പുറത്തു വരുന്നിടത്ത് പ്രതിരോധത്തിലേക്ക് കൂടി CPM അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നേരിടുമെന്നുള്ള കാര്യം കൂടിയാണ് ഇനി അറിയേണ്ടത്.